നമ്മുടെ ആരോഗ്യരംഗവും വിദ്യാഭ്യാസ രംഗവും അത് തകർത്തരിപ്പണമാക്കിയ കേരളം നിങ്ങൾക്ക് മാപ്പ് നൽകിയില്ല. ഒരു കാലത്ത് ഒരു സങ്കല്പമാണെങ്കിൽ പോലും മൂന്നാം ലോക രാഷ്ട്രങ്ങൾ നമ്മൾ പറയാറുണ്ട്. ഇന്ന് ലോകത്തിലെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് ഒക്കെ മാറിയിരിക്കുന്നു. ആ മൂന്നാം ലോക സങ്കല്പം എന്നില്ല എങ്കിൽ പോലും അതുണ്ടായ കാലത്ത് നമ്മൾ പറയാറുണ്ടായിരുന്നു, ആ മൂന്നാം ലോക രാജ്യങ്ങൾക്ക് മാതൃകയാണ് നമ്മുടെ കേരളത്തിൽ ആരോഗ്യരംഗവും വിദ്യാഭ്യാസ രംഗവും എന്ന കാര്യം അഭിമാനത്തോടെ പറയുന്ന കാലമുണ്ടായിരുന്നു. ഇപ്പോഴെന്താണ് സ്ഥിതി? ലോകത്തകോളമുകൾ നടക്കുന്നത് നോളജ് എക്സ്പ്ലോഷനാണ്. ഈ പറയുന്ന വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ വിസ്ഫോടന പറയുന്ന ആ വിസ്ഫോടന കാലത്ത് നമുക്ക് മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണ്ടേ? സാങ്കേതിക സ്ഥാപനങ്ങൾ വേണ്ടേ? വേൾഡ് ക്ലാസ് യൂണിവേഴ്സിറ്റികൾ വേണ്ടേ? അതൊന്നും ഇല്ലാത്തൊരു സംസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രബുദ്ധമായ ഒരു കാലത്ത് വിദ്യാഭ്യാസ രംഗത്തേറെ മുന്നോട്ട് പോയി എന്ന് നമ്മൾ വിചാരിച്ച നമ്മുടെ കേരളം മാത്രമാണത്. നിലവാരം തകർന്ന നമ്മുടെ യൂണിവേഴ്സിറ്റികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുകയാണ്. എന്താണ് സ്ഥിതി? കേരള യൂണിവേഴ്സിറ്റിയുടെ ആരംഭകാലം നിങ്ങൾക്ക് മറക്കാൻ സാധ്യമല്ല. തിരുവിതാംകൂർ മഹാരാജ തുടങ്ങിയിട്ടുള്ള ആ യൂണിവേഴ്സിറ്റി അന്നത്തെ ദിവാൻ ആൽബർട്ട് ഐൻസ്റ്റൈൻ നേരിട്ട് കണ്ടുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ നാട്ടിലേക്ക് വന്ന് വൈസ് ചാൻസലർഷിപ്പ് ഏറ്റെടുക്കുമോ എന്ന് ചോദിച്ച ഒരു കാലമുണ്ടായിരുന്നു കേരളത്തിൽ. അതാണ് കേരളത്തിലെ അന്നത്തെ വൈസ് ചാൻസലർമാണെന്ന് നമ്മൾ തിരിച്ചറിയാൻ തയ്യാറാകണം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എടുക്കും, ആദ്യത്തെ വൈസ് ചാൻസലർമാർ എന്ന് പറയല്ല, വൈസ് ചാൻസലർമാരെയൊക്കെ തന്നെ അറിയുന്ന ആളുടെ രൂപത്തിൽ ഞാൻ പറയട്ടെ, അഭിമാനമായിരുന്നു ആ വൈസ് ചാൻസലർമാരെങ്കിൽ ഇന്നത്തെ സ്ഥിതി എന്താണ്? ആ വൈസ് ചാൻസലർമാരുടെ അക്കാദമിയായിട്ട് അദ്ദേഹത്തെ ഔന്നത്യങ്ങൾ പരിഗണിച്ചുകൊണ്ടല്ല അവരെ വൈസ് ചാൻസലർമാരായിട്ട് ഇപ്പോൾ നിയമിക്കുന്നത്. സത്യം ആർക്കാണ് അറിയാത്തത്? പേർത്തും ഞാൻ RS കാരൻ എന്ന് പറയുന്ന ഒരു ഗവർണർ, അതോ ഞാനൊരു കമ്മ്യൂണിസ്റ്റാണ് എന്നൊരു ശ്രീമൻ പിണറായി വിജയൻ, അവർ രണ്ടുപേരും ചേർന്നുകൊണ്ടാണ് നമ്മുടെ ഗവർണർമാരെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നതെന്ന് പറയുമ്പോൾ അവരാണ് VC പങ്കിട്ടെടുക്കുന്നതെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സ്ഥിതിവിശേഷത്തിലേക്കാണ് രാജ്യം പോകുന്നത്. വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരിക്കാൻ നമ്മുടെ പ്രധാനമന്ത്രി കൊണ്ടുള്ള PM-ശ്രീ പദ്ധതി, ആ പദ്ധതി കേരളത്തെ വിദ്യാഭ്യാസ മന്ത്രി ഡൽഹിയിൽ പോയിട്ട് ആ പദ്ധതി ഒപ്പുവെച്ചിരിക്കുന്നു. ആരുടെ അനുമതി കൊണ്ടാണ് ആ ഒപ്പുവെച്ചത്? ശ്രീമാൻ പിണറായി വിജയൻ്റെ അനുമതി കൊണ്ടാണ് അവർ ഒപ്പുവെച്ചതെന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. നമ്മുടെ ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരിക്കാനും RSSൻ്റെ അജണ്ടയ്ക്കനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും പര്യാപ്തമായിട്ടുള്ള അത്തരമൊരു പദ്ധതി, ആ പദ്ധതിക്ക് ഒപ്പുവെക്കാൻ കേരളം തയ്യാറായി എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അമിത്ഷായുടെ പേര് കേട്ടാൽ, അതുപോലെ മോദിയുടെ പേര് കേട്ടാൽ നിങ്ങളുടെ മുട്ടുവിറക്കുമെന്ന കാര്യം ഞങ്ങൾക്കറിയാം. കാരണം നിങ്ങൾക്ക് മൂടി വെക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കള്ളം നിങ്ങൾക്ക് മൂടി വെക്കാനുണ്ട്. അവർ അന്വേഷണമായി മുന്നോട്ട് പോയി കൃത്യമായിട്ട് അന്വേഷിച്ചാൽ നിങ്ങൾ ഒരിക്കലും ജയിലിൽ നിന്ന് പുറത്തു വരാത്ത തരത്തിലുള്ള ഒരുപാട് അഴിമതികളുടെ കഥകൾ അങ്ങേ ചൂട് നിൽക്കുന്നതെന്ന് സത്യവും നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് തകർച്ചയെ തുടർന്ന് 10,000-കണക്കായ കുട്ടികളാണ് അയൽ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത്, വിദേശങ്ങളിലേക്ക് പോകുന്നത്. ആ കുട്ടികൾ പോകുക വഴി നമുക്ക് എന്താണ് നഷ്ടം? ഇവിടെ സംഭവിക്കുന്നത് ബ്രെയിൻ ഡ്രെയിനാണ്, മസ്തിഷ്ക ചോർച്ചയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കാത്ത മനുഷ്യ വിഭവമാണ് രാജ്യത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചറിയാൻ എന്തുകൊണ്ട് ഈ ഗവൺമെൻറ് സാധിക്കില്ല? നമ്മൾ ഈ കാര്യം ചിന്തിക്കണം. ആരോഗ്യരംഗത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസംഗത്തിലും പറയുന്നൊരു വാക്കുണ്ട്, നമ്മുടെ ആരോഗ്യരംഗം ഇന്ന് വെന്റിലേറ്ററിൽ കിടക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെന്റിലേറ്ററിലെ രോഗി ഏത് സമയം മരിക്കുമെന്ന് പറഞ്ഞ പോലെ തന്നെ ഈ മരണവും കാത്തു കിടക്കുന്ന ഒരു രോഗിയെ പോലെയാണ് ആരോഗ്യരംഗമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രമാത്രം ശരിയാണ്? നിങ്ങൾക്ക് മറക്കാൻ സാധിക്കുമോ? ഞാൻ ഓർക്കുന്നു 2020 ജനുവരി 30 അന്നാണ് കേരളത്തിൽ ആദ്യമായിട്ട് കോവിഡ് രോഗം റിപ്പോർട്ട് ചെയ്തത്. ആ മഹാമാരി റിപ്പോർട്ട് ചെയ്തത് 2020 കാലത്താണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഈ കേരള സംസ്ഥാനത്താണ്. എന്തൊരു തള്ളലായിരുന്നു! മുടങ്ങാതെ 1 മണിക്കൂർ മുഖ്യമന്ത്രിയുടെ ഗിരിപ്രഭാഷണം, അത് കഴിഞ്ഞ് ആരോഗ്യമന്ത്രി KK ശൈലജയുടെ നിരന്തരമായ നുണക്കഥകൾ,
ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, അമേരിക്കയിലെ ഗവൺമെന്റിന് മാസ്കും ഗ്ലൗസും ഇല്ലാത്തതുകൊണ്ട് എന്നെ വിളിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട ശൈലജയെ, കുറച്ച് മാസ്കും കുറച്ച് അതുപോലെ തന്നെ ഗ്ലൗസും ഒക്കെ തന്നെ ഞങ്ങൾക്ക് അയച്ചു വരുമോ എന്ന് അമേരിക്കയിൽ ജോലി ചെയ്ത നഴ്സുമാർ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്ന തരത്തിലുള്ള പച്ചക്കള്ളമായിരുന്നു അന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്ന സത്യങ്ങൾ മനസ്സിലാക്കണം. അവസാനം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കൃത്യമായ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. അത് പബ്ലിക് ഡൊമെയിനിലുണ്ട്, നമുക്കെല്ലാത്തിനും കാണാൻ സാധിക്കുന്ന തരത്തിലാണ് റിപ്പോർട്ടുള്ളത്. ആ റിപ്പോർട്ട് എന്താണ് പറഞ്ഞത്? ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ട് കോവിഡ് രോഗം റിപ്പോർട്ട് ചെയ്തത് നമ്മുടെ ഈ പ്രബുദ്ധമായ ദൈവത്തിന് സ്വന്തം നാടായിട്ടുള്ള കേരളത്തിലാണ്. ഏറ്റവും അധികം രോഗികൾ ഭരിച്ച രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര കഴിഞ്ഞാൽ കേരളമാണ് എന്ന കാര്യമാണ് കൃത്യമായിട്ടും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുള്ളത്. കൺട്രോളർ ഓഡിറ്റർ ജനറൽ, ആ ഓഡിറ്റർ ജനറൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. അതെന്താണ് പറഞ്ഞത്? അന്ന് കോവിഡ് മഹാമാരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നാട്ടിലെ പാവപ്പെട്ടവന് കൊടുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ച കിറ്റും ഗ്ലൗസിൻ്റെയും ഇനത്തിൽ മാത്രം 1300 കോടി രൂപയുടെ ഭീകരമായ അഴിമതിയാണ് അക്കാലത്ത് നടന്നു വന്ന കാര്യം അന്ന് ശക്തമായ ഭാഷയിൽ തന്നെയാണ് CAG പറഞ്ഞിട്ടുള്ളത്. എനിക്കെതിരെ എന്തെല്ലാം ആരോപണങ്ങളായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞത്. ആ കോവിഡ് മഹാമാരിയെക്കുറിച്ചും നിപ്പ രോഗത്തെക്കുറിച്ചുമൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ സ്ത്രീ വിദ്വേഷിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കെതിരായിട്ട് മാനനഷ്ട കേസ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ച പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. എൻ്റെ വാദം ശരിയായോ? 1300 കോടി രൂപയാണ് നിങ്ങൾക്ക് എനിക്കും മാസ്കും ഗ്ലൗസും വയ്ക്കാൻ വേണ്ടി മാത്രം നടത്തിയ ഇടപാടിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി തട്ടിയെടുത്ത കാര്യം ഇന്നെല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമായിട്ട് മാറിയിരിക്കുന്നു. ഇത് സംബന്ധമായ ശ്രീമതി കെ ശൈലജയെ പത്രലേഖന്മാരായിട്ട് സുഹൃത്തുക്കൾ അവരെല്ലാം പയ്യന്നൂരിൽ വെച്ചാൽ കാണുകയുണ്ടായി. ഇതാ CAGയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? അവർ നിഷേധിച്ചില്ല. അവർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തിരുവനന്തപുരത്തുണ്ട്, അദ്ദേഹത്തെ പോയി കാണൂ, അദ്ദേഹം കൃത്യമായിട്ട് ആ കാര്യങ്ങൾ പറയുമെന്ന് പറഞ്ഞാൽ എനിക്കൊരു ഉത്തരവാദിത്വമല്ല, മുഖ്യമന്ത്രിക്കാണ് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി തലയിൽ വെക്കുന്ന കാഴ്ചയാണ് കണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ശൈലജ ടീച്ചറെ, അങ്ങയ്ക്കും മുഖ്യമന്ത്രിക്കും അറിയാതെ ഇത്രയും ഭീകരമായ ഒരു അഴിമതി നടന്നിട്ടുണ്ടാവുകയില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും അതിന് ഷെയർ കിട്ടിയെന്ന് കേരളം പറഞ്ഞാൽ അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധ്യമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.